ഇന്നിവിടെ പറയാൻ പോകുന്നത് ജ്യോതിശാസ്ത്രത്തിലെ പഞ്ചാംഗത്തിൻ്റെ പ്രാധാന്യം. പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ 5 അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. ആഴ്ച, നക്ഷത്രങ്ങൾ, തിഥികൾ, കരണം, നിത്യയോഗം, ഇവയാണ് 5 അംഗങ്ങൾ. ഒരു വ്യക്തി ജനിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്ന സമയം, ഒരു പ്രശ്നം എടുക്കുന്ന സമയമാവാം, മുഹൂർത്ത രാശി ഗണിക്കുന്ന സമയമാവാം, ഒരു കുട്ടി ജനിക്കുന്ന സമയമാവാം. ഏതൊരു വിഷയത്തിനെ ആസ്പദമാക്കി എടുക്കുമ്പോൾ ഈ 5 അംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആഴ്ചകളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ. ഓരോ ആഴ്ചയ്ക്കും ഓരോ പ്രാധാന്യവും ഫലങ്ങളും ഉണ്ട്. നക്ഷത്രങ്ങൾക്കും അതെ. ഓരോ നക്ഷത്രങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങൾക്ക്, കിണർ കുഴിക്കാനുള്ള നക്ഷത്രങ്ങൾ, സ്വർണം വാങ്ങാനുള്ള ദിവസങ്ങളും നക്ഷത്രങ്ങളും, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നക്ഷത്രങ്ങളെ ആസ്പദമാക്കി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കരണങ്ങൾ. കരണങ്ങളെ ഒരു വ്യക്തി ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം എടുക്കുമ്പോൾ, ഒരു മുഹൂർത്തം ഗണിക്കുമ്പോൾ കരണങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെയാണ് നിത്യയോഗങ്ങൾ. 27 നിത്യയോഗങ്ങളുണ്ട്. ഓരോ നിത്യയോഗങ്ങൾക്കും അതിൻ്റേതായ ഫലങ്ങളും ഉണ്ട്. ഓരോ നിത്യയോഗങ്ങളിലും ജനിക്കുന്ന കുട്ടികളുടെ സ്വഭാവ സവിശേഷതകൾ, ഒരു സംഭവം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തിഥികൾ. ഓരോ തിഥികൾക്കും പ്രാധാന്യമുണ്ട്. ഇവിടെ തിഥികൾ അല്ലെങ്കിൽ കരണങ്ങൾ, നിത്യയോഗം, ആഴ്ചകൾ, നക്ഷത്രങ്ങൾ, ഇവയൊക്കെ ചന്ദ്രനെയും സൂര്യനെയും ആസ്പദമാക്കിയാണ് ഗണിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഗണനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 അംഗങ്ങളുടെ പ്രാധാന്യം എന്തെന്നുള്ളത്. ഇവിടെ ഈ പറയുന്ന വിഷയങ്ങൾ, ഈ പഞ്ചാംഗങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഓരോ ആഴ്ചകൾക്കും ഓരോ ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ നിത്യയോഗങ്ങൾക്കും ഓരോ ഫലങ്ങളുണ്ട്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട്. ഓരോ കരണങ്ങൾക്കും ഓരോ ഫലങ്ങളുണ്ട്. ഓരോ തിഥികൾക്കും ഓരോ ഫലങ്ങളുണ്ട്. ജ്യോതിശാസ്ത്രം പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന സമയത്തോ ഈ വിഷയങ്ങൾ, അന്നത്തെ ദിവസം ഏത് തിഥിയാണ്, ഏത് ആഴ്ചയാണ്, ഏത് കരണമാണ് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും എടുക്കേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും ഈ പറയുന്ന ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി, അതായത് ഈ കരണങ്ങളാവട്ടെ, ആഴ്ചകളാവട്ടെ, തിഥികളാവട്ടെ, നിത്യയോഗങ്ങളാവട്ടെ, നക്ഷത്രങ്ങളാവട്ടെ, ഓരോ ദിവസവും ഓരോന്നിനെക്കുറിച്ചും വിശദമായി നമുക്ക് ഇനി വരുന്ന ഓരോ വീഡിയോയിലും മനസ്സിലാക്കി എടുക്കാം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.